ഹായ് ഓൾ, കെംസെറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സൊല്യൂഷനിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലിനി ഓസ്മോട്ടിക് പ്രഷറും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഓസ്മോട്ടിക് പ്രഷർ എന്താണെന്നും അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQസുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഈ ഓസ്മോട്ടിക് പ്രഷർ പഠിക്കുന്നതിന് മുന്നേ നമുക്ക് ഓസ്മോസിസ് എന്താണെന്ന് നോക്കാം. അതായത് ഇവിടെ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് കണ്ടോ. അപ്പോൾ ഇതിൽ ഒരു വെസലിൽ നമ്മൾ സോൾവെന്റ് എടുത്തിരിക്കുന്നു, പ്യുവർ സോൾവെന്റ്. ഒരു വെസലിൽ നമ്മൾ സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഇനി ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിനിടയിലായിട്ട് ഒരു സെമി പെർമബിൾ മെംബ്രെയിനും വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ സെമി പെർമബിൾ മെംബ്രെയിൻ എന്താണെന്ന് നമുക്കറിയാം. അതായത് സെമി പെർമബിൾ മെംബ്രെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ ധാരാളം പോർസ് കാണും. ആ പോർസിലൂടെ എന്ത് ചെയ്യും, സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യാം. ഇവിടെ നോക്കി, അതായത് ലോ കോൺസെൻട്രേഷൻ എവിടെയായിരിക്കും, സോൾവെന്റിനായിരിക്കും ലോ കോൺസെൻട്രേഷൻ. അപ്പം സൊല്യൂഷന്റെ കേസിൽ എങ്ങനെയായിരിക്കും, സൊല്യൂഷനിൽ ഹൈ കോൺസെൻട്രേഷൻ ആയിരിക്കും. കാരണം സൊല്യൂട്ട് പാർട്ടിക്കിൾസും കൂടെ സോൾവെന്റിലേക്ക് ആഡ് ചെയ്ത് കിട്ടുന്നതാണല്ലോ സൊല്യൂഷൻ. അപ്പോൾ ഈ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് ഈ സെമി പെർമബിൾ മെംബ്രെയിൻ വഴി മൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഓസ്മോസിസ്. അതായത് എന്താണ്, സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾ ഫ്രം പ്യുവർ സോൾവെന്റ് ടു സൊല്യൂഷൻ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ ഈസ് കോൾഡ് ഓസ്മോസിസ്. ഈ സെമി പെർമബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ കൂടി ഓർത്തു വെക്കുക. എഗ് മെംബ്രെയിൻ, സെൽ മെംബ്രെയിൻ, സെല്ലോസ് അസറ്റേറ്റ്, പോളിയമൈഡ് പോളിമർ, പോളിമീഥൈൽ അക്രിലേറ്റ്, ഇതൊക്കെ സെമി പെർമബിൾ മെംബ്രെയിൻ എക്സാമ്പിൾ ആണ്. ഈ ഭാഗത്തുനിന്ന് ചിലപ്പം നാച്ചുറൽ സെമി പെർമബിൾ മെംബ്രെയിൻ ഏതാണ്, സിന്തറ്റിക് ഏതാണ്, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെമി പെർമബിൾ മെംബ്രെയിൻ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഓസ്മോസിസ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. എന്താണ്, ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ഫ്ലോ ഓഫ് ദ സോൾവെന്റ് മോളിക്യൂൾ ത്രൂ എ സെമി പെർമബിൾ മെംബ്രെയിൻ ഫ്രം ലോ കോൺസെൻട്രേഷൻ ടു ഹൈ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇങ്ങനെ എന്താണ്, ഒരു സെമി പെർമബിൾ മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ലോ കോൺസെൻട്രേഷനിൽ നിന്നും ഹൈ കോൺസെൻട്രേഷനിലേക്ക് ഇങ്ങനെ സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതിനെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അത് ഏത് സൈഡിലാണ്, സൊല്യൂഷൻ സൈഡിലായിട്ട് നമ്മളൊരു പ്രഷർ അപ്ലൈ ചെയ്യുന്നു. നോക്കാം, ഈ അറേഞ്ച്മെന്റ് ഒന്ന് നോക്കി. അതായത് സൊല്യൂഷൻ സൈഡിൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുവാണെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് പ്യുവർ സോൾവെന്റിൽ നിന്നും സൊല്യൂഷനിലേക്ക് വരുന്നത് സ്റ്റോപ്പ് ആകുന്നു. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന സൊല്യൂഷൻ സൈഡിൽ എന്താണ്, ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെയാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. Spontaneous flow of the solvent from pure solvent to solution side across a semi-permeable membrane can be stopped if some extra pressure is applied on the solution. This pressure that just stops the flow of solvent is called osmotic pressure of the solution. ഈ ഓസ്മോട്ടിക് പ്രഷറിനെ റെപ്രസെന്റ് ചെയ്യുന്ന പൈ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പം എന്ത് ചെയ്യും, ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യത്തില്ല. അതായത് അവിടെ ഓസ്മോട്ടിക് പ്രഷറും ഹൈഡ്രാസ്റ്റിക് പ്രഷറും തമ്മിൽ ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന്. അതായത് ഇപ്പൊ നോക്കുക, ഈ സൊല്യൂഷൻ സൈഡിൽ നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും എബോ ഒരു പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്ന് വെക്കുക. അങ്ങനെ വരുമ്പം ഈ ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും സോൾവെന്റ് പാർട്ടിക്കിൾസ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് ഇന്ന് ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. അതായത് സാൾട്ട് സൊല്യൂഷനിൽ നിന്നും വാട്ടറിനെ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് റിവേഴ്സ് ഓസ്മോസിസ് പ്രയോജനപ്പെടുത്താം. ഈ സാൾട്ട് വാട്ടറിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടും എബോ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള സോൾവെന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, സെമി പെർമബിൾ മെംബ്രെയിൻ വഴി ലോ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സാൾട്ട് വാട്ടറിൽ നിന്നും പ്യുവർ വാട്ടറിനെ റിവേഴ്സ് ഓസ്മോസിസ് വഴി നമുക്ക് കളക്ട് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ദ വാല്യൂ ഓഫ് ഓസ്മോട്ടിക് പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ Option A, temperature of the solution. Option B, concentration of the solution. Option C, number of the particles of the solute present. Option D, structure of the solute particle. ഏതായിരിക്കും? നമുക്കറിയാം ഓസ്മോട്ടിക് പ്രഷർ ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് അല്ലേ. അപ്പം നമ്പർ ഓഫ് പാർട്ടിക്കിൾ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. അപ്പം ഓപ്ഷൻ സി അല്ല. പിന്നെ ഓസ്മോട്ടിക് പ്രഷർ എടുക്കുമ്പം കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്,
പിന്നെ ടെമ്പറേച്ചറും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഏതാണ്? സ്ട്രക്ചർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾ. ഓസ്മോട്ടിക് പ്രഷർ ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ സ്ട്രക്ചർ ഓഫ് ദ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The osmotic pressure of 1 molar solution at 27 degrees Celsius is option A 24.6 atm, option B 29.7 atm, option B 34.6 atm, option D 46.4 atm. ഈ ഓസ്മോട്ടിക് പ്രഷർ ആണെങ്കിൽ ബിഗ് മോളിക്യൂൾസിന്റെ, അതായത് മാക്രോ മോളിക്യൂൾസിന്റെ മോളിക്കുലർ ഡിറ്റർമിനേഷന് പ്രയോജനപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ ആ ഇക്വേഷനാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എടുക്കേണ്ടത്. ഏതാണ്? പൈ ഈസ് ഈക്വൽ ടു CRT. പൈ എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ. സി കോൺസെൻട്രേഷൻ. ഇവിടെ നോക്കുക, 1 മോളാർ ഇല്ലേ, 1 മോൾ പെർ ലിറ്റർ. അതായത് ക്യാപിറ്റൽ M മൊളാരിറ്റി ആണ്. മൊളാരിറ്റി എന്താണെന്നറിയാം? നമ്പർ ഓഫ് മോൾ ഓഫ് സൊല്യൂട്ട് പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അതാണ് 1 മോൾ പെർ ലിറ്റർ എന്ന് എഴുതിയിരിക്കുന്നത്. 6. ഇനി ആറിന്റെ വാല്യൂ എത്രയാണ്? 0.0821 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. ഇനി നോക്കുക, ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. ഡിഗ്രി സെൽഷ്യസിനെ കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം? 273 കൊണ്ട് ആഡ് ചെയ്യണം. 273 പ്ലസ് 27 which is equal to 300. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ എന്ത് കിട്ടും? 24.6 atm. Next question. Which of the following colligative properties can provide molar mass of the proteins with great precision? Option A relative lowering of vapor pressure, option B elevation of boiling point, option C osmotic pressure, option D depression of freezing point. Correct answer option C osmotic pressure. അതായത് മാക്രോ മോളിക്യൂൾസിന്റെ ഒക്കെ മോളിക്കുലാർ മാസ് ഡിറ്റർമിനേഷന് വേണ്ടിയിട്ട് നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ പ്രയോജനപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. ഓപ്ഷൻ എ ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഓപ്ഷൻ ബി ദ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഓസ്മോസിസ് ഈസ് ഓസ്മോട്ടിക് പ്രഷർ. ഓപ്ഷൻ സി ദ ഫ്ലോ continues till the concentration is equivalent both the side. Option D osmosis is the phenomenon by virtue of which flow of solvent take place from low concentration to high concentration through a semi-permeable membrane. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓസ്മോസിസ് ഈസ് യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേസ്റ്റ് വാട്ടർ. നോക്കുക, ഓസ്മോസിസ് എന്താണെന്നറിയാം. ഓസ്മോസിസ് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹൈ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു ത്രൂ സെമി പെർമബിൾ മെംബ്രെയിൻ. പിന്നെ ഓസ്മോസിസ് എപ്പോൾ സ്റ്റോപ്പ് ആകുമെന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഓസ്മോട്ടിക് പ്രഷറും ഹൈഡ്രാസ്റ്റിക് പ്രഷറും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ ഓസ്മോസിസ് സ്റ്റോപ്പ് ആകാം. ഇതൂടെ ഓർത്ത് വെക്കുക. Which of the following is not used for the semi-permeable membrane? Option A polymethyl acrylate, option B polymethyl sulfate, option C cellulose acetate, option D polyamide polymer. ഇവിടെ നോക്കുക, പോളിമീഥൈൽ അക്രിലേറ്റും സെല്ലുലോസ് അസറ്റേറ്റും പോളി അമൈഡ് പോളിമറും സെമി പെർമബിൾ മെംബ്രെയിനിൽ വരുന്നതാണ്. ഇവിടെ വരാത്തത് ആരാണ്? ഓപ്ഷൻ ബി polymethyl sulfate. Correct answer is option B polymethyl sulfate. Next question. Which of the following is not an application of reverse osmosis? Option A for dialysis in hospitals, option B desalination, option C reclamation of minerals, option D for industrial use. റിവേഴ്സ് ഓസ്മോസിസ് നമുക്കറിയാം എന്താണ്. ഓസ്മോസിസിന് നേരെ വിപരീതമാണ് അല്ലേ. അതായത് ഹൈ കോൺസെൻട്രേഷനിൽ നിന്നും ലോ കോൺസെൻട്രേഷനിലേക്ക് സോൾവെന്റ് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നതാണ്. ഇതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ഡീസാലൈനേഷൻ ഓഫ് വാട്ടർ. അപ്പം അതുകൂടാതെ ഫോർ ഡയാലിസിസ് ഇൻ ഹോസ്പിറ്റൽസിൽ ഡയാലിസിസ് അതും റിവേഴ്സ് ഓസ്മോസിസ് പ്രകാരമാണ്. പിന്നെ റിക്ലമേഷൻ ഓഫ് മിനറൽസ് അതും റിവേഴ്സ് ഓസ്മോസിസിന് ആപ്ലിക്കേഷനിൽ വരുന്നതാണ്. അപ്പോൾ വരാത്തത് ഓപ്ഷൻ ഡി
for industrial use. Correct answer is for industrial use. Option D ആണ് correct. Next question. The pressure which is applied to separate water from its contaminants is of the order. Option A 5 to 10 kg per centimeter square. Option B 15 to 14 kg per centimeter square. Option C 50 to 100 kg per centimeter square. Option D none of this. Correct answer option B 15 to 40 kg per centimeter square. Next question. The basis of reverse osmosis is dash. Option A osmotic pressure is equal to hydrostatic pressure. Option B osmotic pressure is greater than hydrostatic pressure. Option C hydrostatic pressure is greater than osmotic pressure. Option D none of the above. Correct answer ഏതാണ്? നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് പഠിച്ചപ്പോൾ ഓർക്കുന്നുണ്ടോ? അതായത് ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ട് എബോ പ്രഷർ നമ്മളവിടെ കൊടുത്തെങ്കിൽ മാത്രമേ റിവേഴ്സ് ഓസ്മോസിസ് നടക്കൂ. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പം ഇത്രയും MCQ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇത്രയും ആയപ്പോഴത്തേക്ക് നമ്മൾ സൊല്യൂഷനിലെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ എന്താണ് കാൽക്കുലേഷൻ പാർട്ടിൽ കാൽക്കുലേഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതനുസരിച്ച് ഞാൻ വീഡിയോ ഇടാം. അപ്പം മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.